ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ഇന്ന് ഞാനും ധനുവേട്ടനും കൂടെ ഡെറാഡൂണിൽ പോവാം. ഒരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ. അപ്പം മക്കളെ കൂട്ടുന്നില്ല, അവർക്ക് പരീക്ഷയാണ്. അതുകൊണ്ട് മക്കളെ കൂട്ടാതെയുള്ള ഒരു ലോങ് ട്രിപ്പ് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങി അവിടെ നിന്ന് ഒരു 5:15 ആകുമ്പോഴത്തേക്കും ഇറങ്ങി. നല്ല മഴയായിരുന്നു. ഇതിപ്പോൾ ഡൽഹിയിലുള്ള ബിക്കാജി കാമ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. നിറയെ വെള്ളമായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. ഹോണ്ട സിറ്റിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയോ ഒരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മെല്ലെ ഞങ്ങൾ കടന്നു അവിടെ. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഈ കാവട് എന്ന് പറഞ്ഞിട്ട് ഒരു ആൾക്കാരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഈ കാവട് യാത്ര എന്ന് പറയുന്നത് ശിവഭക്തന്മാർ എല്ലാ വർഷവും ആചരിക്കുന്ന ഒരു തീർത്ഥാടനമാണ്. അത് ഹിന്ദു കലണ്ടറായ ശ്രാവൺ മാസത്തിലാണ് ഈ ഒരു യാത്ര, ഈ തീർത്ഥാടന യാത്ര ഉണ്ടാകാറുള്ളത്. അതായത് നമ്മുടെ കർക്കിടക മാസം. ഇതിൻ്റെ മെയിൻ റിച്വൽ എന്ന് പറയുന്നത് ഗംഗോത്രി, പിന്നെ ഗോമുഖ്, ഹരിദ്വാർ ഇവിടെ നിന്നെല്ലാം ഗംഗാജലം സ്വീകരിക്കും. അത് ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഗംഗാജലം ശേഖരിച്ചിട്ട് എന്നിട്ട് അവർ ലോക്കൽ അമ്പലം ഉണ്ടാവുമല്ലോ, ആ അമ്പലത്തിലുള്ള ശിവലിംഗത്തിൽ ജലധാര കഴിക്കും. അതാണ് ഇവരുടെ ഈ മെയിൻ റിച്വൽ. പിന്നെ ഈ ജലം ശേഖരിച്ച് വരുന്നത് ഒരു പ്രത്യേക തരം ഒരു ഇതാണ്. അതായത് ഈ ഭക്തന്മാരെല്ലാം തോളിൽ ഒരു മുള കൊണ്ടുണ്ടാക്കിയ ഒരു തൂണ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ രണ്ട് എതിർവശത്തും ചെറിയ കുടം വയ്ക്കും ഇങ്ങനെ. എന്നിട്ട് ആ കുടം ആണെങ്കിൽ ഒരിക്കലും ഭൂമിൻ്റെ മേലെ ഇങ്ങനെ തട്ടാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവരിങ്ങനെ ഇത് കൊണ്ടു നടക്കുന്നത്. അതിപ്പോൾ നിലത്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഈ പണ്ടൊക്കെ എന്താ പറയുക, ഈ ഭക്തന്മാരൊക്കെ നഗ്നപാതരായിട്ടാണ് ഇങ്ങനെ നടന്നു പോകാറ് എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ചില ആളുകളൊക്കെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഭക്തന്മാരൊക്കെ ഈ കാവി നിറത്തിലുള്ള വസ്ത്രമാണ് ഈ സമയത്ത് ധരിക്കുന്നത്. ഈ കാവട് യാത്രയുള്ളത് കൊണ്ട് റോഡൊക്കെ എന്താ പറയുക, കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അത് ഒരു സൈഡിലൂടെ അവർക്ക് പോകാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു സൈഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി ഡെറാഡൂണിൽ എത്താനായി. നല്ല രാവിലെ ഞങ്ങൾ ഇറങ്ങിയത് കൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾക്ക് എത്താൻ പറ്റി. വലിയ ട്രാഫിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ സൈഡിലൂടെ പാരലായിട്ട് ഒരു റോഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഡൽഹി ഡെറാഡൂൺ പുതിയ ഹൈവേ ആണെന്ന് തോന്നുന്നു. പണിയൊക്കെ ഏകദേശം കഴിയാനായി. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇങ്ങനെയൊന്നും പണിയൊന്നും നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പണി നടക്കുന്നത് കേട്ടോ. പിന്നെ ഡെറാഡൂണിൽ എത്താനാകുമ്പോൾ നല്ല മഴക്കാറ് കണ്ടോ, ശരിക്കും കോട വീണ് കിടന്ന പോലെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എത്താനാകുമ്പോൾ ഭയങ്കര മഴ പെയ്തു, നല്ല മഴയായിരുന്നു. അത് ഹെവി റെയിൻ. നല്ല മഴയത്ത് ഇങ്ങനെ ഒരു കാട്ടിൻ്റെ രണ്ട് സൈഡിലും കാട്, പിന്നെ ഫ്രണ്ടിൽ നല്ല മല, അങ്ങനെ യാത്ര ചെയ്യാൻ ഒരു നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഉത്തരാഖണ്ഡിലേക്ക് ഞങ്ങൾ കടന്നു. ഇപ്പോഴൊക്കെ നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ സിറ്റീൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് കുറച്ചൊരു ട്രാഫിക്ക് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടുന്ന് ഹോട്ടലിലെത്താൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തി. ഡെറാഡൂണിലുള്ള റമദ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് വന്ന ഏകദേശം എല്ലാ ആൾക്കാരും ഈ ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകാമെന്ന് വെച്ചു. ഇത് അതിൻ്റെ ലോബിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 306 ആണ് ഞങ്ങളുടെ റൂം നമ്പർ. അപ്പോൾ റൂമിലെത്തി ഒന്ന് റെസ്റ്റ് ചെയ്തു. രാവിലെ വന്നതാണല്ലോ. ഇനി അടുത്ത വീഡിയോ ഇവിടെയുള്ള പരിപാടികളെ പറ്റിയിട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.